ഹായ് ഫ്രണ്ട്സ്, റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമിന് നിങ്ങൾക്ക് കിട്ടിയ മാർക്കും പിന്നെ അത് എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശരിയായിട്ട് ഉത്തരം എഴുതിയെന്നും എത്ര ക്വസ്റ്റ്യൻസ് തെറ്റായി എഴുതിയെന്നും അതേപോലെ അത് 100-ലാക്കിയിട്ടുള്ള മാർക്കും നോർമലൈസ് ചെയ്തതിന് ശേഷമുള്ള മാർക്കും നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നതാണ്. ആദ്യം നമുക്ക് വന്ന റിസൾട്ടിൽ നമ്മുടെ നോർമലൈസ്ഡ് മാർക്ക് മാത്രമേ അറിയാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലോഗിൻ പേജിലേക്ക് വരും. അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അടിക്കുക. ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോയിലേക്കും അവിടെ നിങ്ങൾ അപ്ലൈ ടു RRB ചെന്നൈ രജിസ്റ്റർ നമ്പർ കാണിക്കും, റോൾ നമ്പർ കാണിക്കും, നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് കാണിക്കും, ടോട്ടൽ അറ്റംപ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എണ്ണം കാണിക്കും. ഇവിടെ 75 അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ കറക്റ്റ് അതിൽ എത്ര ശരിയായിരുന്നു? 60 ശരിയായിരുന്നു. ടോട്ടൽ റോങ് 15 തെറ്റായിരുന്നു. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇഗ്നോർഡ് 3 ക്വസ്റ്റ്യൻസ്, ആ 100 ക്വസ്റ്റ്യൻസിൽ 3 ഒഴിവാക്കിയായിരുന്നു. ടോട്ടൽ ക്വസ്റ്റ്യൻസിൽ എത്ര ഒഴിവാക്കിയെന്ന് ഇതിൽ 3 ഒഴിവാക്കിയായിരുന്നു. ടോട്ടൽ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 97. റോ മാർക്സ് ഔട്ട് ഓഫ് ദി ടോട്ടൽ വാലിഡ് ക്വസ്റ്റ്യൻസ് 55 മാർക്ക്. ഈ 97 മാർക്കിൽ ഈ 97 55 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. പ്രോ റേറ്റഡ് മാർക്ക് ഔട്ട് ഓഫ് 100 56.701003. അതായത് 97 എന്നുള്ള മാർക്കിൽ നിന്ന് അത് 100-ലേക്ക് ആക്കിയപ്പോൾ 56 മാർക്കായി. പിന്നെ നോർമലൈസ്ഡ് മാർക്ക് 62.0196. പിന്നെ ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് യെസ് ഓർ നോ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇങ്ങനെയാണ് അവർ കണക്കൂട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം നോക്കാത്തവർക്കൊന്നും നോക്കാവുന്നതാണ്. പിന്നെ ഈ ഇതിൻ്റെ മുകളിൽ തന്നെ വേറെ 2 ടാബ് കാണാം. കാൻഡിഡേറ്റ് റെസ്പോൺസ് എന്നും മാസ്റ്റർ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻ ഇംഗ്ലീഷ് എന്നും. ആ കാൻഡിഡേറ്റ് റെസ്പോൺസിൽ ക്ലിക്ക് ചെയ്താൽ ടു ഡൗൺലോഡ് യുവർ ക്വസ്റ്റ്യൻ പേപ്പർ റെസ്പോൺസ് ഷീറ്റ് ഫോർ RRB ലെവൽ 1 പോസ്റ്റ് ക്ലിക്ക് ഹെയർ ടു ജനറേറ്റ് ഇറ്റ്. അതിൽ ക്ലിക്ക് ഹെയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പർ അതേപോലെ തന്നെ കിട്ടുന്നതായിരിക്കും. അതിലിവിടെയായിട്ട് നമ്മൾ ചൂസ് ചെയ്ത ഓപ്ഷൻ ഏതായിരുന്നു അത് കാണിക്കും. റൈറ്റ് ഉത്തരമാണെങ്കിൽ അതിന് ടിക്ക് മാർക്കും കാണിക്കും, തെറ്റുള്ളതിന് ഇൻറ്റു മാർക്കും, ശരിയുള്ളതിന് റൈറ്റ് മാർക്കും. ഇവിടെ നമ്മൾ ചൂസ് ചെയ്തത് ഇവിടെ കാണിക്കും. ചൂസ് ഓപ്ഷൻ 3 അതിനാണ് ശരി. അതിലിവിടെ 2, ഇവിടെ 2. പിന്നെ മാസ്റ്റർ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻ ഇംഗ്ലീഷ് അതിൽ ക്ലിക്ക് ചെയ്താലും ടു ഡൗൺലോഡ് യുവർ മാസ്റ്റർ ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ RRB ലെവൽ 1 പോസ്റ്റ് ക്ലിക്ക് ഹെയർ ടു ജനറേറ്റ് ഇറ്റ്. അതിന് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫുൾ ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. ഇത് ഇംഗ്ലീഷിലാണ്. മറ്റേ നമ്മൾ മലയാളത്തിൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മലയാളം കാണിക്കും. നമ്മൾ ഏത് ലാംഗ്വേജാണ് സെലക്ട് ചെയ്തിട്ട് എക്സാം എഴുതിയത് ആ ലാംഗ്വേജിലായിരിക്കും ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണിക്കുന്നത്. ഇത് ഫുള്ള് ഇംഗ്ലീഷിലായിരിക്കും. ഇത് വെച്ചിട്ടാണ് വാല്യൂ ചെയ്യുക. മറ്റേ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ കുറച്ച് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടാവും. അതെല്ലാം ഒഴിവാക്കി ഇംഗ്ലീഷിലുള്ള ഈ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് മാർക്ക് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാത്തവരെല്ലാം നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.